ഹലോ നമസ്കാരം. ഡേറ്റാബേസ് ടെക്നോളജീസിൻ്റെ 7ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് മിനു ജെൻറ്റി. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് റിലേഷണൽ ഓൾജിബ്ര ഓപ്പറേഷൻസിനെ പറ്റിയായിരുന്നു. നിരവധി ഓപ്പറേഷൻസ് നമ്മൾ പഠിച്ചു. അവരെല്ലാം ഒറിജിനൽ റിലേഷണൽ ഓൾജിബ്ര ഓപ്പറേഷൻസ് ആയിരുന്നു. അതായത് സെറ്റ് ഓപ്പറേഷൻസ് ഉണ്ട്, യൂണിയൻ, ഇൻ്റർസെക്ഷൻ, ക്രോസ് പ്രൊഡക്റ്റ്, സെറ്റ് ഡിഫറൻസ്, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടും ഡേറ്റാബേസിൽ ചെയ്യാൻ പറ്റുന്ന, റിലേഷണൽ ഡേറ്റാബേസിൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ടായിരുന്നു. സെലക്ട്, പ്രൊജക്റ്റ്, ജോയിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ്, റീനെയിമിങ്, അങ്ങനെ നിരവധി ഓപ്പറേഷൻസ് നമ്മൾ പഠിച്ചു. ഡിവിഷൻ ഓപ്പറേഷൻ പഠിച്ചു അവസാനമായിട്ട്. പക്ഷേ അവ മാത്രമല്ല ശരിക്കും നമ്മളൊരു റിലേഷണൽ ഡേറ്റാബേസ് എടുക്കുമ്പോൾ, അതും കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് റിലേഷണൽ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഡേറ്റാബേസിൽ നമുക്ക് ഈ ഒറിജിനൽ റിലേഷണൽ ഓപ്പറേഷൻസ് വെച്ച് മാത്രമല്ല നമ്മൾ പ്രോസസ്സിങ് നടത്തുന്നത്. കുറച്ച് അഡീഷണൽ ഓപ്പറേഷൻസ് നമുക്ക് ആവശ്യമായിട്ട് വരും. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില ടൈപ്പ് ഡേറ്റ നമുക്ക് ഓൾറെഡി റിലേഷണൽ ഡേറ്റാബേസ് ഉണ്ട്. ഓരോ റിലേഷൻസ് ആയിട്ട്, ഓരോ ടേബിൾസ് ആയിട്ട് നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ നോർമലി സ്റ്റോർ ചെയ്യുന്ന റിലേഷണൽ ഡേറ്റാബേസിലെ റിലേഷൻസിൽ നിന്നും നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാനുള്ള ഒറിജിനൽ റിലേഷണൽ ഓൾജിബ്ര ഓപ്പറേഷൻസിനെ കൂടാതെ കുറച്ച് എൻഹാൻസ്ഡ് ഫങ്ഷൻസ് ചെയ്യുന്ന, അല്ലെങ്കിൽ കുറച്ചും കൂടി പവറുള്ള നോർമൽ ഒറിജിനൽ റിലേഷണൽ ഓൾജിബ്ര ഓപ്പറേഷൻസിനേക്കാളും ഒരു പടി മുന്നിൽ നിൽക്കുന്ന അഡീഷണൽ ഓപ്പറേഷൻസ് ഉണ്ട്. അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് ശരിക്കും ഒറിജിനൽ റിലേഷണൽ ഓൾജിബ്ര ഓപ്പറേഷൻസിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ വെച്ചിട്ട് തന്നെയാണ്, അവരുടെ ഒരു മോഡിഫൈഡ് വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. മിക്കവാറും ഓപ്പറേഷൻസും അവരെ തന്നെ യൂസ് ചെയ്ത് കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തിയ രീതിയിലുള്ള എൻഹാൻസ്ഡ് ഓപ്പറേഷൻസ് ആണ്. അപ്പം ഒരു പവർ കൂട്ടാൻ വേണ്ടിയിട്ട്, നമുക്ക് നോർമൽ ടാസ്ക് അല്ലല്ലോ, കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻസ് വരുമ്പം മറ്റ് രീതിയിലുള്ള ഡാറ്റ റിട്രീവൽസ് വേണ്ടി വരും, നോർമലി ഉള്ളതല്ലാതെ. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈസിനെസ്സിന് വേണ്ടിയിട്ട്, എഫക്റ്റീവ്നെസ്സിന് വേണ്ടിയിട്ടും എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ടും നമ്മൾ ഇങ്ങനെ അഡീഷണൽ കുറച്ച് ഓപ്പറേഷൻസും കൂടെ റിലേഷണൽ ഡാറ്റാബേസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ജനറലൈസ്ഡ് പ്രൊജക്ഷൻ, ദെൻ അഗ്രിഗേറ്റ് ഫങ്ഷൻസ് ആൻഡ് ഗ്രൂപ്പിംഗ്. Third one, recursive closure operations. Fourth one, outer join operations. And fifth one, outer union operations. ഇത്രയും ഈ 5 ഓപ്പറേഷൻസ്, ഇതാണ് അഡീഷണൽ ആയിട്ട് വരുന്ന റിലേഷണൽ ഓപ്പറേഷൻസ്. ഈ 5 കാര്യങ്ങളെക്കുറിച്ചായിരിക്കും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുക. സോ ഫസ്റ്റ് വൺ, ജനറലൈസ്ഡ് പ്രൊജക്ഷൻ. എന്താണ് ജനറലൈസ്ഡ് പ്രൊജക്ഷൻ? വി നോ വാട്ട് എ പ്രൊജക്ഷൻ ഇസ്, അല്ലേ? പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു റിലേഷൻ ഉണ്ട്, ആ റിലേഷൻസിൽ ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും. ഇതിൽ എല്ലാ ആട്രിബ്യൂട്ട്സിനെ അല്ല, സെലക്റ്റഡ് ആയിട്ടുള്ള, നമ്മൾ പേര് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ആട്രിബ്യൂട്ട്സിനെ മാത്രമായിട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊജക്ഷൻ, നോർമൽ ഒറിജിനൽ പ്രൊജക്ഷൻ ഓപ്പറേഷൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ സിമ്പിളായിരുന്നു പൈ. പക്ഷേ എന്താണ് ഈ ജനറലൈസ്ഡ് പ്രൊജക്ഷൻ? നമ്മുടെ നോർമൽ പ്രൊജക്ഷൻ ഓപ്പറേഷനെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് ജനറലൈസ്ഡ് പ്രൊജക്ഷൻ. എന്താ ചെയ്യാന്ന് വെച്ചാൽ, ആട്രിബ്യൂട്ട്സിനെ പ്രൊജക്റ്റ് ചെയ്യുന്നതിന് പകരം, അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സിനെ പ്രൊജക്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ ഈ ആട്രിബ്യൂട്ട്സിൽ കുറച്ച് ഫങ്ഷൻസും കൂടെ ചെയ്യാനുള്ള കപ്പാസിറ്റി ജനറലൈസ്ഡ് പ്രൊജക്ഷൻ ഉണ്ട്. അതായത് നമ്മൾ പ്രൊജക്ഷൻ്റെ സെയിം ആ ഓപ്പറേഷൻ, സെയിം സിൻടാക്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. പക്ഷെ പ്രൊജക്റ്റ് ചെയ്യപ്പെടുമ്പോൾ, നോർമലി പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത് ആട്രിബ്യൂട്ട്സ് ആണെങ്കിൽ, ജനറലൈസ്ഡ് പ്രൊജക്ഷനിൽ ആട്രിബ്യൂട്ട്സിനൊപ്പം, അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സിന് പകരം ആട്രിബ്യൂട്ട്സിന്മേൽ നടത്തുന്ന ഫംഗ്ഷൻ്റെ റിസൾട്ടുകളായിരിക്കും പ്രൊജക്റ്റ് ചെയ്യപ്പെടുക. എന്ത് ടൈപ്പ് ഫംഗ്ഷൻസ് ആണ്? മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ്, അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്, അല്ലെങ്കിൽ എന്തെങ്കിലും കോൺസ്റ്റൻറ്റ് വാല്യൂ വെച്ചിട്ടുള്ള ഓപ്പറേഷൻസ്. അങ്ങനത്തെ ഓപ്പറേഷൻസ്, അതിനെയാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് ചെയ്യാൻ, ഈ ആട്രിബ്യൂട്ട്സിൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ജനറലൈസ്ഡ് പ്രൊജക്ഷൻ നമുക്ക് തരുന്നുണ്ട്. ഇതിൻ്റെ ഒരു സിൻടാക്സ് ആണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ നോർമൽ പ്രൊജക്ഷൻ്റെ സിൻടാക്സ് തന്നെ. പൈ നോർമലി ആയിരുന്നെങ്കിൽ ആട്രിബ്യൂട്ട് 1, ആട്രിബ്യൂട്ട് 2, ആട്രിബ്യൂട്ട് 3 അങ്ങനെയായിരുന്നു പൈ ഓഫ് ആർ. ഏതൊക്കെ ആട്രിബ്യൂട്ട്സ് വേണോ അത് പൈയുടെ താഴെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കും. ആ ആട്രിബ്യൂട്ട്സിനെ മാത്രമായിരിക്കും പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുക. പക്ഷേ ഇവിടെ ജനറലൈസ്ഡ് പ്രൊജക്ഷനിൽ
പൈ F1 F2 F3 എക്സെട്ര Fn ഓഫ് ആർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ F1 F2 എക്സെട്ര Fn എന്ന് പറയുന്നതാണ് ഈ ആട്രിബ്യൂട്ട്സിൽ നമുക്ക് നടത്താവുന്ന ഫങ്ഷൻസ് അല്ലെങ്കിൽ അരിത്തമെറ്റിക് ഓപ്പറേഷൻസോ കോൺസ്റ്റൻറ്റ് വാല്യൂസോ ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള കുറച്ച് കാൽക്കുലേഷൻസ് ആണ് ഈ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആട്രിബ്യൂട്ട്സിൽ നടത്താവുന്ന അങ്ങനത്തെ കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. അവരെ ആയിരിക്കും നമ്മൾ F1 F2 Fn എന്ന് എക്സെട്ര Fn എന്ന് പറയുന്നത്. നമുക്ക് എത്ര നമ്പർ ഓഫ് ഫങ്ഷൻസും നമുക്കവിടെ റെഫർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊരു ഓപ്പറേഷൻ ശരിക്കും ഒരു റിപ്പോർട്ടൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില കോളംസിൻ്റെ ഒക്കെ എന്തെങ്കിലും ഒരു വാല്യൂ കമ്പ്യൂട്ട് ചെയ്യണം. ഒരു ആട്രിബ്യൂട്ടിൽ നിന്നും ചിലപ്പോൾ ചില വാല്യൂ ഡിഡക്റ്റ് ചെയ്യണം, ചിലപ്പം ചില പെർസെൻറ്റേജ് കാൽക്കുലേഷനൊക്കെ വേണ്ടി വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊരു ഓപ്പറേഷനാണ്, ഒരു ഫംഗ്ഷനാണ് അവിടെ നടത്തുന്നത്. പെർസെൻറ്റേജ് കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒബ്വിയസ്ലി ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഓപ്പറേഷൻസ് ചെയ്ത് അതിൻ്റെ റിസൾട്ടിനെ പ്രൊജക്റ്റ് ചെയ്യുക. അപ്പോൾ ആക്ച്വൽ ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂസ് അല്ല പ്രൊജക്റ്റ് ആവുന്നത്, ആട്രിബ്യൂട്ടിന്മേൽ നമ്മളൊരു ഓപ്പറേഷൻ ചെയ്ത് അതിൻ്റെ റിസൾട്ടാണ് പ്രൊജക്റ്റ് ആവുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന റിലേഷൻ, എംപ്ലോയി റിലേഷൻ, അതിൻ്റെ ഇത്ര ആട്രിബ്യൂട്ട്സ് കൺസിഡർ ചെയ്യുക. SSN ഉണ്ട്, സാലറി, ഡിഡക്ഷൻ, ഇയേഴ്സ് സർവീസ്. അപ്പോൾ ഇയേഴ്സ് ഓഫ് സർവീസ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യണം. ഈ ഒരു ഡാറ്റാബേസിൽ നിന്നും ഇങ്ങനെ ഒരു റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യണം. 3 ടൈപ്പ് ഓഫ് റിപ്പോർട്ട്സാണ് ഇവിടെ വേണ്ടത്. കോമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, നെറ്റ് സാലറി കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ്? സാലറി മൈനസ് ഡിഡക്ഷൻ. അപ്പോൾ ശ്രദ്ധിക്കുക, സാലറി ഈസ് ആൻ ആട്രിബ്യൂട്ട്, ഡിഡക്ഷൻ ഇസ് ആൻ ആട്രിബ്യൂട്ട്. ആട്രിബ്യൂട്ട് മൈനസ് ആട്രിബ്യൂട്ട്, ഒരു ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ മൈനസ് അടുത്ത ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ. നമുക്ക് നോർമൽ അല്ലെങ്കിൽ ഒറിജിനൽ റിലേഷണൽ ഡാറ്റാബേസ് ഓപ്പറേഷൻസ് വെച്ചിട്ട്, റിലേഷണൽ ഓൾജിബ്ര ഓപ്പറേഷൻസ് വെച്ചിട്ട് ഇത് പോസിബിൾ അല്ലായിരുന്നു. പക്ഷേ ജനറലൈസ്ഡ് പ്രൊജക്ഷനിൽ ദിസ് ഇസ് പോസിബിൾ. സാലറി മൈനസ് ഡിഡക്ഷൻ, അതായത് ഒരു ആട്രിബ്യൂട്ടിൽ നിന്ന് മറ്റൊരു ആട്രിബ്യൂട്ടിനെ സബ്ട്രാക്ട് ചെയ്യുക ഇസ് പോസിബിൾ. ഇനി രണ്ടാമത്തെ നമുക്ക് ചെയ്യേണ്ട ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് ബോണസ് കണ്ടുപിടിക്കുക. അതെങ്ങനെയാണ് ബോണസ് കണ്ടുപിടിക്കുന്നത്? 2000 ഇൻറ്റു ഇയേഴ്സ് ഓഫ് സർവീസ്. എത്ര ഇയർ അയാളുടെ സർവീസ് എത്ര വർഷം ഉണ്ടായിരുന്നോ അത് ഇൻറ്റു 2000, അങ്ങനെയാണ് ബോണസ് കണ്ടുപിടിക്കുക. പിന്നെ ടാക്സ് കണ്ടുപിടിക്കുക, അതാണ് മൂന്നാമത്തെ ഓപ്പറേഷൻ. ടാക്സ് ഇസ് ഈക്വൽ ടു സാലറിയുടെ 25.25, അതായത് 25% ആണ് ടാക്സ്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻസ് ഒക്കെ നമുക്കറിയാം. ഇത് എങ്ങനെ ജനറലൈസ്ഡ് പ്രൊജക്ഷൻ വെച്ച് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം ജനറലൈസ്ഡ് പ്രൊജക്ഷൻ്റെ കൂടെ നമ്മളിവിടെ റീനെയിമിങ്ങും കൂടെ ഉപയോഗിച്ചിട്ടുണ്ട്. ബിക്കോസ് നമുക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള ആട്രിബ്യൂട്ടിൻ്റെ ഹെഡേഴ്സ് വരണമല്ലോ. അതായത് നമുക്ക് ഈ എന്ത് ഓപ്പറേഷൻ ചെയ്താലും അതിൻ്റെ റിസൾട്ടായിട്ടും ഒരു റിലേഷൻ തന്നെയാണ് കിട്ടുക, ഒരു ടേബിൾ തന്നെയാണ് കിട്ടുക. അത് ഏത് ഓപ്പറേഷൻ ആയിക്കോട്ടെ, ഒരൊറ്റ ട്യൂപ്പിളെ അത് റിട്ടേൺ ചെയ്യുന്നുള്ളത്, ഒരൊറ്റ സിംഗിൾ വാല്യൂ റിട്ടേൺ ചെയ്യുന്നുള്ളൂ എങ്കിൽ പോലും അത് ഒരു റിലേഷനായിട്ട്, ഒരു ടേബിളായിട്ടായിരിക്കും റിട്ടേൺ ചെയ്യുക. അപ്പോൾ ഈ ടേബിളിന് ഒരു ഹെഡർ ഉണ്ട്, അതായത് ആ ആട്രിബ്യൂട്ടിൻ്റെ പേരുണ്ടാവും. ആട്രിബ്യൂട്ടിൻ്റെ പേര് മീനിങ് ഫുൾ ആയിരിക്കണം. അപ്പം 2000 ഇൻറ്റു ഇയേഴ്സ് സർവീസ് എന്ന് പറഞ്ഞാലൊന്നും അങ്ങനെയൊന്നും നമുക്ക് അതൊരു നല്ല രീതിയിൽ, നല്ല മെത്തേഡ് അല്ല ആട്രിബ്യൂട്ട് നെയിംസിനെ ഡിഫൈൻ ചെയ്യാൻ. അപ്പം ഒബ്വിയസ്ലി നമ്മൾ റീനെയിമിങ് നമുക്ക് ഓപ്ഷൻ ഉള്ളതായതുകൊണ്ട് നമുക്കത് ഉപയോഗിക്കാം. എങ്ങനെ ചെയ്യാം എന്നുള്ള കോഡാണ്, അതിൻ്റെ ഒരു ക്വറിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ റിസൾട്ടൻ്റ് ആയിട്ട് വരുന്ന റിലേഷനാണ്. അപ്പം അവിടെ റീനെയിമിംഗ് ആണ് ആദ്യം നടന്നിരിക്കുന്നത്, റീനെയിമിംഗ് ആണ് കാണിച്ചിരിക്കുന്നത്. എങ്ങനെയുള്ള ഏത് ടേബിളിനെയാണ് റീനെയിം ചെയ്യേണ്ടത്? കണ്ടോ, അവിടെ ജനറലൈസ്ഡ് പ്രൊജക്ഷൻ ആണ് ചെയ്തിരിക്കുന്നത്. 3 ഓക്കെ SSNും കൂടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പം 4 ആട്രിബ്യൂട്ട്സിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ജനറലൈസ്ഡ് പ്രൊജക്ഷൻ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത് 4 ആട്രിബ്യൂട്ട്സ് ആയിരിക്കും. പക്ഷേ ഡയറക്റ്റ് ആട്രിബ്യൂട്ട്സിൻ്റെ കൂടെ SSN എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ആട്രിബ്യൂട്ടാണ്. ആസ് യു ക്യാൻ സി, എംപ്ലോയി ടേബിളിൽ SSN ഇസ് എ ഡയറക്റ്റ് ആട്രിബ്യൂട്ട്, ഒറിജിനൽ ആട്രിബ്യൂട്ടാണ്. രണ്ടാമത്തെ പ്രൊജക്റ്റ് ഓപ്പറേഷനിൽ രണ്ടാമതായിട്ട് കൊടുത്തിരിക്കുന്ന ആട്രിബ്യൂട്ട് സാലറി മൈനസ് ഡിഡക്ഷൻ ആണ്. ശരിക്കും എംപ്ലോയി എന്ന് പറയുന്ന റിലേഷനിലെ 2 ആട്രിബ്യൂട്ട്സ് ആയിരുന്നു സാലറിയും ഡിഡക്ഷനും. അപ്പോൾ സാലറി എന്ന് പറയുന്ന ആ ഒരു കോളത്തിലെ വാല്യൂവിൽ നിന്നും ഡിഡക്ഷൻ എന്ന് പറയുന്ന ആ ഒരു കോളത്തിലെ വാല്യൂവിനെ മൈനസ് ചെയ്ത് അത് പ്രൊജക്റ്റ് ചെയ്യുക എന്നാണ് അവിടെ പറയുന്നത്. മൂന്നാമത്തെ ആളായിട്ട് കൊടുത്തിരിക്കുന്നത് 2000 ഇൻറ്റു ഇയേഴ്സ് സർവീസ്, ഇയേഴ്സ്_സർവീസ്. അപ്പോൾ എത്ര ഇയേഴ്സ് ഓഫ് സർവീസ് ഉണ്ടായിരുന്നോ അതിനെ ഇൻറ്റു 2000, ഒരു മൾട്ടിപ്ലിക്കേഷൻ. അതൊരു ഫംഗ്ഷനാണ് അല്ലേ, ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷനാണ്, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു അരിത്തമെറ്റിക് ഓപ്പറേഷനാണ്. 2000 ഒരു കോൺസ്റ്റൻ്റ് ആണ്, മൾട്ടിപ്ലിക്കേഷനാണ് അവിടെ നടക്കുന്നത്. അതുപോലെ നാലാമത്തെ ആയിട്ട് വന്നിരിക്കുന്നത് 0.25 ഇൻറ്റു സാലറി.
സാലറിയുടെ 25% കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കോഡ്. ഇത് എവിടെ നിന്നാണ് ചെയ്യേണ്ടത്? എംപ്ലോയി എന്ന് പറഞ്ഞ ടേബിളിൽ നിന്നും. അതുകൊണ്ടാണ് പൈ SSN, സാലറി മൈനസ് ഡിഡക്ഷൻ, 2000 ഇൻറ്റു ഇയേഴ്സ് _ സർവീസ്, 0.25 ഇൻറ്റു സാലറി ഓഫ് എംപ്ലോയി. അപ്പം ഇങ്ങനെ ഒരു പ്രൊജക്ഷൻ, ജനറലൈസ്ഡ് പ്രൊജക്ഷൻ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി ഇങ്ങനെ ജനറലൈസ്ഡ് പ്രൊജക്ഷൻ ചെയ്ത് കിട്ടുന്ന റിസൾട്ട് ഇൻ്റർമീഡിയറി റിലേഷനെ റീനെയിം ചെയ്തെടുക്കുകയാണ് SSN, നെറ്റ് സാലറി, ബോണസ്, ടാക്സ് എന്ന് പറഞ്ഞ് ആ 4 ആട്രിബ്യൂട്ട്സിനും റീനെയിമിങ് നടത്തുകയാണ്. അങ്ങനെ റീനെയിമിങ് നടത്തിയതിന് ശേഷമാണ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഫൈനൽ റിലേഷനിലേക്ക് സേവ് ചെയ്യുന്നത്. ഇതാണ് ജനറലൈസ്ഡ് പ്രൊജക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, നമ്മുടെ നോർമൽ പ്രൊജക്ഷൻ തന്നെ. പക്ഷേ നോർമൽ പ്രൊജക്ഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റാതിരുന്ന കുറച്ച് ഫങ്ഷൻസ് ഓർ അരിത്തമാറ്റിക് ഓപ്പറേഷൻസ്, കാൽക്കുലേഷൻസ്, ആട്രിബ്യൂട്ട് വാല്യൂസ് വെച്ചുള്ള കാൽക്കുലേഷൻസ് ഒക്കെ ഇവിടെ പോസിബിളാണ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ആണ് അഗ്രിഗേറ്റ് ഫങ്ഷൻസ് ആൻഡ് ഗ്രൂപ്പിംഗ്. അപ്പം അഗ്രിഗേറ്റ് ഫങ്ഷൻ എന്താണ്, ഗ്രൂപ്പിംഗ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പം അഗ്രിഗേറ്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് തന്നെയാണ്. പക്ഷേ അതൊരു എന്താ പറയുന്നത്, കളക്ഷൻ, ഒരു സമ്മറൈസ്ഡ് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് അഗ്രിഗേറ്റ് ഫങ്ഷൻസ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഡാറ്റാബേസിൽ ഒത്തിരി റിലേഷൻസ് ഉണ്ട്. ഈ റിലേഷൻസിൽ ഒത്തിരിയും വാല്യൂസ് ഉണ്ട്. ചിലപ്പോൾ ഒരു ആട്രിബ്യൂട്ടിൻ്റെ ഒരു സമ്മറൈസ്ഡ് ഒരു ഐഡിയ കിട്ടണം. സമ്മ് കാണുക, അല്ലെങ്കിൽ മിനിമം കാണുക, മാക്സിമം കാണുക, അല്ലെങ്കിൽ എത്ര റോ ഉണ്ടെന്ന് കൗണ്ട് കണ്ടുപിടിക്കുക. അതൊക്കെ ഒരു സമ്മറൈസേഷനാണ് അവിടെ നടത്തുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു കളക്ഷൻ ഓഫ് വാല്യൂസിൽ വർക്ക് ചെയ്യുന്ന ഫങ്ഷൻസിനെയാണ് നമ്മൾ അഗ്രിഗേറ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഗ്രിഗേറ്റ് ഫങ്ഷൻസ് ഉള്ളത്. അപ്പം നമുക്ക് ഈ അഗ്രിഗേറ്റ് ഫങ്ഷൻസിൻ്റെ കാറ്റഗറിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് സം, ആവറേജ്, മാക്സിമം, മിനിമം, കൗണ്ട്. ഇതിൽ സം, ആവറേജ്, മാക്സിമം ആൻഡ് മിനിമം ന്യൂമറിക് വാല്യൂസിൽ മാത്രം നടത്താൻ പറ്റുന്ന ഓപ്പറേഷൻസ് ആണ്. കാരണം ആഡ് ചെയ്യാനും മിനിമം മാക്സിമം ഒക്കെ കണ്ടുപിടിക്കാനും ന്യൂമറിക് വാല്യൂസിലാണ് ഈസിയല്ലോ. അപ്പോൾ ആഡ് ചെയ്യാനൊക്കെ അതാണല്ലോ പറ്റുള്ളൂ, ആവറേജ് കണ്ടുപിടിക്കുക അതല്ലേ പറ്റുള്ളൂ. അപ്പം അത് ന്യൂമറിക് വാല്യൂസിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ് ആണ്. കൗണ്ട് നമുക്ക് എത്ര ട്യൂപ്പിൾസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ആട്രിബ്യൂട്ടിന് എത്ര വാല്യൂസ് ഉണ്ട് എന്ന് കൗണ്ട് ചെയ്യാൻ വേണ്ടി. അതിൽ ഇന്ന കാറ്റഗറി, ഇന്ന ടൈപ്പ് ഡാറ്റ വേണം എന്ന് നിർബന്ധമൊന്നുമില്ല. അതാണ് കൗണ്ട് എന്ന് പറഞ്ഞ അഗ്രിഗേറ്റ് ഫങ്ഷൻ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ഒരു നീഡ് എന്ന് പറയുന്നത് ഗ്രൂപ്പിംഗ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു റിലേഷനിൽ പല ട്യൂപ്പിൾസ് കാണും. ഈ പല ട്യൂപ്പിൾസിനെ ആ റിലേഷനിൽ വെച്ച് തന്നെ നമുക്ക് ചിലപ്പോൾ ഗ്രൂപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എംപ്ലോയിയുടെ ഒരു റിലേഷനുണ്ട്. ഈ എംപ്ലോയി റിലേഷനകത്ത് ഒരു ആട്രിബ്യൂട്ട് ഉണ്ടെന്ന് വിചാരിച്ചോ, ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ. ഇപ്പം ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ 1-ൽ തന്നെ 5-6 എംപ്ലോയീസ് കാണും. ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ 5-ൽ വീണ്ടും മോർ ദാൻ 3 or 4 എംപ്ലോയീസ് കാണും. നമുക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റ് നമ്പറിനെ വെച്ച് ഗ്രൂപ്പ് ചെയ്താൽ ഈ ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ 1 ആയിട്ടുള്ളവരെല്ലാം ഒരുമിച്ച് വരും, ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ 2 ആയിട്ടുള്ളവരെല്ലാം ഒരുമിച്ച് വരും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു കോമൺ ആട്രിബ്യൂട്ട് വാല്യൂവിൻ്റെ ബേസിസിൽ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഗ്രൂപ്പിംഗ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് ഗ്രൂപ്പിംഗ് ആണ് രണ്ടാമത്തെ ഒരു റിക്വസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ശരിക്കും അഡീഷണൽ ആയിട്ട് നമുക്ക് ഈ ഓൾജിബ്ര ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് വേണ്ടുന്ന ഒരു ഓപ്പറേഷനാണ് ഈ ഗ്രൂപ്പിംഗ് ഒക്കെ. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പിങ്ങും നമുക്ക് ചെയ്യാനായിട്ടുള്ള സാഹചര്യമുണ്ട്. ഫൈൻ. ഇനി അത് എങ്ങനെ നമുക്ക് ചെയ്യാം എന്ന് നോക്കാം. അതിൻ്റെ ജനറൽ സിൻടാക്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അഗ്രിഗേറ്റ് ഫംഗ്ഷനും ഗ്രൂപ്പിങ്ങും നമ്മൾ നോർമലി ഒരൊറ്റ ക്വറിയിലാണ് ചെയ്യുക. ഗ്രൂപ്പിംഗ് വേണ്ടി വരുന്നത് അഗ്രിഗേറ്റ് ഫങ്ഷൻസ് ഉപയോഗിക്കുമ്പോഴാണ്. അല്ലാത്ത കേസിൽ നമ്മൾ വെറുതെ ഗ്രൂപ്പ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അത് ഒരുമിച്ചാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു സിൻടാക്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആദ്യമേ തന്നെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് ഗ്രൂപ്പിംഗ് ആട്രിബ്യൂട്ട്സ് കൊടുക്കുക. അതായത് ഏത് ആട്രിബ്യൂട്ട്, ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ ആണെങ്കിൽ DNO എന്ന് കൊടുക്കുക. ഡിപ്പാർട്ട്മെൻറ്റ് നമ്പറിൻ്റെ ബേസിലാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടതെങ്കിൽ. അങ്ങനെ ഏതൊക്കെ ആട്രിബ്യൂട്ട്സിൻ്റെ ബേസിസിൽ ഗ്രൂപ്പ് ചെയ്യണോ അത് ആദ്യമേ തന്നെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ കാണുന്ന ആ ഒരു സിമ്പൽ, അത് ശരിക്കും നമ്മുടെ I എന്ന് പറയുന്ന ആൽഫബറ്റാണ്. നമ്മൾ ശരിക്കും അത് പ്രൊനൗൺസ് ചെയ്യുന്നത് സ്ക്രിപ്റ്റ് F എന്നാണ്. അപ്പോൾ സ്ക്രിപ്റ്റ് F ആണ് അഗ്രിഗേറ്റ് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ, അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ഫങ്ഷൻ്റെ ആ ഒരു ഓപ്പറേഷൻ കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് സ്ക്രിപ്റ്റ് F. ഇനി അതിന് വീണ്ടും സബ്സ്ക്രിപ്റ്റ് ആയിട്ട് നമ്മൾ ഏതൊക്കെ ഫങ്ഷൻസ് ചെയ്യുന്നോ ആ ഫങ്ഷൻ്റെ ലിസ്റ്റ്, ഒരു ലിസ്റ്റ് ഓഫ് ഫങ്ഷൻസ് വേണം. ഒറ്റ ഫങ്ഷൻ മാത്രമായിരിക്കില്ല, ലിസ്റ്റ് ഓഫ് ഫങ്ഷൻസ് വേണം, അത് പറഞ്ഞു കൊടുക്കുക.
ശേഷം പാരന്തസിസിൽ ഏത് റിലേഷനിലാണ്, ഏത് ടേബിളിലാണ് ഈ കാര്യം ചെയ്യേണ്ടത്, ആ ടേബിളിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക. ഇതിൽ ഗ്രൂപ്പിംഗ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുമ്പം നമുക്ക് ചിലപ്പം ഗ്രൂപ്പ് ചെയ്യേണ്ടത് മോർ ദാൻ വൺ ആട്രിബ്യൂട്ടിൻ്റെ ബേസിസിലാണെങ്കിൽ അത് നമുക്ക് കോമായിട്ട് ഗ്രൂപ്പിംഗ് ആട്രിബ്യൂട്ട്സ് എന്ന് കൊടുത്തിരിക്കുന്ന ആ സ്ഥലത്ത് എഴുതാവുന്നതാണ്. രണ്ടാമതായിട്ട് ഫംഗ്ഷൻ ലിസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ശരിക്കും അത് ഒരു പെയറാണ്. ഏത് ഫംഗ്ഷൻ ഏത് ആട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളൊരു പെയറായിട്ടായിരിക്കും ആ ഫംഗ്ഷൻ ലിസ്റ്റ്. അതായത് ഇപ്പം ആദ്യം നമുക്ക് സം ഓഫ് സാലറി ആണ് കാണേണ്ടതെങ്കിൽ സം സാലറി കോമ, ഇനി അടുത്തത് കൗണ്ട് ഓഫ് SSN ആണെങ്കിൽ കൗണ്ട് SSN കോമ, അങ്ങനെ എത്ര ലിസ്റ്റ് ഓഫ് ഫങ്ഷൻസ് ചെയ്യണോ അതെല്ലാം ഈ ഫംഗ്ഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു പെയർ ആയിരിക്കും. ഫംഗ്ഷൻ ആട്രിബ്യൂട്ട് പെയർ, എന്ത് ഫംഗ്ഷൻ ഏത് ആട്രിബ്യൂട്ട് ചെയ്യുന്നു. നമുക്ക് അലൗഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് അറിയാമല്ലോ, സം, ആവറേജ്, മാക്സിമം, മിനിമം, കൗണ്ട്, ഇത് അലൗഡ് ആണ്. ഇതിലേത് ഫംഗ്ഷൻ ഏത് ആട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് അത് ആ റിലേഷനെ ബേസ് ചെയ്തിട്ടിരിക്കും. അതാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, ഇനി അതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ടു റിട്രീവ് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ ദ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ദർ ആവറേജ് സാലറി. ഓക്കെ, ഇതെങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ കോഡ് ആദ്യമേ തന്നെ ഇതിൻ്റെ ക്വയറി തന്നിരിക്കുകയാണ്. ഒരു റീനെയിമിങ് നടത്തിയാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, നമുക്കപ്പം ഇന്നർമോസ്റ്റ് പോർഷൻ ആയിരിക്കുമല്ലോ ആദ്യമേ എക്സിക്യൂട്ട് ആവും. അപ്പം ആദ്യമേ ഗ്രൂപ്പിംഗ് അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ആണ് നടക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കാണാം DNO സ്ക്രിപ്റ്റ് എഫ് കൗണ്ട് SSN ആവറേജ് സാലറി ഓഫ് എംപ്ലോയി, അതാണ് പറയുന്നത്. അപ്പം നമ്മുടെ സിൻടാക്സ് അനുസരിച്ച് സ്ക്രിപ്റ്റ് എഫിന് മുൻപ് വരുന്നത് ഗ്രൂപ്പിംഗ് ആട്രിബ്യൂട്ടാണ്. അപ്പം DNO എന്നതാണ് നമ്മുടെ ഗ്രൂപ്പിംഗ് ആട്രിബ്യൂട്ട്. ഡിപ്പാർട്ട്മെൻറ്റ് നമ്പറിൻ്റെ ബേസിൽ ഗ്രൂപ്പ് ചെയ്യുക. ഇനി സ്ക്രിപ്റ്റ് എഫ് കൊടുത്തിരിക്കുന്നു, അതിനുശേഷം വരുന്നതാണ് ഫംഗ്ഷൻ ലിസ്റ്റ്. ഇവിടെ രണ്ട് ആൾക്കാരാണ് ഫംഗ്ഷൻ ലിസ്റ്റിലുള്ളത്. അതും അവർ മറ്റേ പെയർ ആയിട്ടായിരിക്കും, ഫംഗ്ഷൻ ആട്രിബ്യൂട്ട് പെയർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. അപ്പം നോക്കിക്കുക, ആദ്യത്തെ ആൾ കൗണ്ട് SSN, കൗണ്ട് ഇസ് എ ഫംഗ്ഷൻ, SSN ഇസ് ദ ആട്രിബ്യൂട്ട്. അപ്പോൾ SSNൻ്റെ കൗണ്ട് കണ്ടുപിടിക്കുക. രണ്ടാമത്തത് ആവറേജ് സാലറി, ആവറേജ് ഇസ് ദ ഫംഗ്ഷൻ, സാലറി ഇസ് ദ ആട്രിബ്യൂട്ട്. അതാണ് ഫംഗ്ഷൻ ആട്രിബ്യൂട്ട് പെയർ. ഇനി ഏത് റിലേഷനിലാണ് ഇത് ചെയ്യേണ്ടത്? എംപ്ലോയി എന്ന റിലേഷനിലാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് എംപ്ലോയി പാരന്തസിസിനകത്ത് കൊടുത്തിരിക്കുന്നു. ഇനി ഇങ്ങനെ കിട്ടുന്ന ആ ഇൻ്റർമീഡിയറി റിലേഷനെ നമ്മൾ റീനെയിം ചെയ്യാണ്. ഹോൾ റിലേഷനെ റീനെയിം ചെയ്തിരിക്കുന്നു R എന്ന്. ഓരോ ആട്രിബ്യൂട്ടിനെയും D നമ്പർ ഓഫ് എംപ്ലോയീസ്, ആവറേജ് സാൽ, 3 ആട്രിബ്യൂട്ട്സ് ആണുള്ളത്. അത് അങ്ങനെ തന്നെ റീനെയിം ചെയ്തിരിക്കുന്നു. അങ്ങനെ നമുക്കൊരു റിസൾട്ടിങ് റിലേഷൻ കിട്ടും. ഇതിനെ നമുക്കൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് പരിശോധിച്ചാലോ? നമ്മൾ വെറുതെ, അതായത് ഒരു ഗ്രൂപ്പിംഗ് നടത്താതെ ജസ്റ്റ് ഗ്രൂപ്പിംഗ് നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ സ്ക്രിപ്റ്റ് എഫിന് മുമ്പ് നമ്മൾ ആട്രിബ്യൂട്ട്സ് കൊടുക്കാതിരുന്നാൽ മതി. അതാണ് ഇപ്പോൾ നിങ്ങൾ അവസാനമായിട്ട് കാണുന്ന ആ ഒരു ക്വറി. ഗ്രൂപ്പിംഗ് നടത്തേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് മാത്രം അപ്ലൈ ചെയ്താൽ മതി എന്ന് കരുതുക. നമുക്കത് ഓരോന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് നമുക്ക് അനലൈസ് ചെയ്യാം. അപ്പം SSNൻ്റെ കൗണ്ട് കണ്ടുപിടിക്കുക, സാലറിയുടെ ആവറേജ് കണ്ടുപിടിക്കുക എംപ്ലോയി ടേബിളിൽ നിന്നും. അതാണ് സ്ക്രിപ്റ്റ് എഫ് കൗണ്ട് SSN ആവറേജ് സാലറി ഓഫ് എംപ്ലോയി. ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും വരിക? എംപ്ലോയി ടേബിളിൽ എത്ര ട്യൂപ്പിൾസ് ഉണ്ടോ, എത്ര SSN ഉണ്ടോ അതിൻ്റെ കൗണ്ട് കിട്ടും. പിന്നെ ടോട്ടൽ ആവറേജ് സാലറി, ഈ മൊത്തത്തിലാണല്ലോ അപ്പോൾ ഈ കൗണ്ടും കണ്ടുപിടിക്കുന്നത്, മൊത്തത്തിലായിരിക്കും സാലറിയുടെ ആവറേജും കണ്ടുപിടിക്കുന്നത്. ആവറേജൊക്കെ കണ്ടുപിടിക്കാനുള്ള സമ്മ് കണ്ടുപിടിച്ച് ഡിവൈഡഡ് ബൈ എത്രയാണോ കൗണ്ട്, അത് അങ്ങനെയാണ് ചെയ്യുന്നത്. അതൊക്കെ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കും. അപ്പം എംപ്ലോയി ടേബിൾ നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾ മാനുവലിയും കൂടെ ചെയ്ത് നോക്കുക കറക്റ്റായിട്ടുള്ള ആൻസർ ആണോ കിട്ടിയിരിക്കുന്നത് ആയിരിക്കും. ഇനി രണ്ടാമതായിട്ട് നമുക്ക് D നമ്പർ വെച്ച് ഗ്രൂപ്പ് ചെയ്തിട്ട് ഈ കൗണ്ടും ആവറേജും കണ്ടുപിടിച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ക്വറിയാണ് D നമ്പർ സ്ക്രിപ്റ്റ് എഫ് കൗണ്ട് SSN ആവറേജ് സാലറി ഓഫ് എംപ്ലോയി. അപ്പോൾ ഇവിടെ D നമ്പർ വെച്ച് ഗ്രൂപ്പ് ചെയ്യണം എന്ന് നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരേ D നമ്പർ വരുന്ന ഒന്നിലധികം ആൾക്കാരുണ്ടെങ്കിൽ അവരെ ഒരു ഗ്രൂപ്പായിട്ട് കണക്കാക്കും. അവരുടെ ആ ഒരു ഗ്രൂപ്പിൻ്റെ ഇൻഡിവിജ്വൽ കൗണ്ടും ഒരു ഗ്രൂപ്പിൻ്റെ ഇൻഡിവിജ്വൽസ് ആവറേജ് സാലറിയും ആയിരിക്കും കിട്ടുക. ശ്രദ്ധിക്കണം, അഗ്രിഗേറ്റ് ഫങ്ഷൻസ് വരുമ്പോൾ അങ്ങനെയാണ്. ഗ്രൂപ്പിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ ഗ്രൂപ്പിനും ഇൻഡിവിജ്വൽ ആയിട്ടായിരിക്കും അഗ്രിഗേറ്റ് ഫങ്ഷൻസ് പെർഫോം ചെയ്യുക. ആസ് യു ക്യാൻ സീ ഇൻ ദ റിസൾട്ട്, D നമ്പർ 5 ആയിട്ട് വരുന്ന 4 ട്യൂപ്പിൾസ് ഉണ്ടായിരുന്നു. ആ 4 ട്യൂപ്പിളിൻ്റെയും കൂടെ ആവറേജ് സാലറിയാണ് 33,250. D നമ്പർ 4 ആയിട്ട് വരുന്ന 3 ട്യൂപ്പിൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കൗണ്ട് 3 ആയിട്ട് വന്നത്.
അവരുടെ ആവറേജ് സാലറിയാണ് 31,000. ഡി നമ്പർ 1 ആയിട്ട് വരുന്ന ഒരാളുണ്ടായിരുന്നു, അയാളുടെ ആവറേജ് സാലറി അത് 55,000. ഇങ്ങനെയായിരിക്കും ഗ്രൂപ്പിംഗ് ചെയ്തിട്ട് അഗ്രിഗേറ്റ് ഫങ്ഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുക. അപ്പോൾ ശ്രദ്ധിക്കണം, ഗ്രൂപ്പിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് അഗ്രിഗേറ്റ് ഫങ്ഷൻസ് ചെയ്യുകയാണെങ്കിൽ ഈ അഗ്രിഗേറ്റ് ഫങ്ഷൻസ് ആക്ട് ചെയ്യുന്നത് ഇൻഡിവിജ്വലി ആയിരിക്കും. പക്ഷേ ഇപ്പോൾ ഇനി ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ റീനെയിമിങ്ങും കൂടെ നടത്തി. ഇപ്പോൾ ഈ ബാക്കി ഓപ്പറേഷൻസ് ഒക്കെ കറക്റ്റാണ്. ഇപ്പോൾ റീനെയിമിങ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് നോക്കിയാൽ റിലേഷൻ്റെ പേര് R എന്ന് വന്നു, ഡി നമ്പർ എന്ന ആട്രിബ്യൂട്ട് DNO എന്ന പേര് കൊടുത്തു, കൗണ്ട് കണ്ടുപിടിച്ചത് നമ്പർ ഓഫ് എംപ്ലോയീസ് എന്നൊരു പേരാണ് ആ ആട്രിബ്യൂട്ടിന് കൊടുത്തത്, മറ്റത് ആവറേജ് സാൽ. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അതുപോലെ തന്നെ, നമ്മൾ ജസ്റ്റ് ആട്രിബ്യൂട്ട്സിനും റിലേഷനും റീനെയിം ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെയാണ് അഗ്രിഗേറ്റ് ഫങ്ഷനും ഗ്രൂപ്പിങ്ങും കൂടെ ചെയ്യേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഒന്നേ ഉള്ളൂ, ഇപ്പം നമുക്ക് ഗ്രൂപ്പ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഗ്രൂപ്പിംഗ് ആട്രിബ്യൂട്ട് പറഞ്ഞു കൊടുക്കാതിരുന്നാൽ മതി. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അഗ്രിഗേറ്റ് ഫങ്ഷൻസ് ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്യുമ്പം നോർമലി ഡ്യൂപ്ലിക്കേറ്റ് ട്യൂപ്പിൾസ് ഉണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ആവില്ല. ഡ്യൂപ്ലിക്കേഷനും വെച്ചോണ്ടായിരിക്കും ഈ അഗ്രിഗേഷൻ കണ്ടുപിടിക്കുന്നത്. അതായത് സം ആവറേജ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് റോസ് ഉണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റിനെയും കൺസിഡർ ചെയ്യും. പക്ഷെ നൾ വാല്യൂ ആണ് ആ ഒരു ആട്രിബ്യൂട്ടിന് വാല്യൂ ആയിട്ട് കിടക്കുന്നെങ്കിൽ നള്ളിനെ കൺസിഡർ ചെയ്യില്ല. ഇതൊന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടെങ്കിൽ ദേ ആർ നോട്ട് എലിമിനേറ്റഡ്, ബട്ട് നൾ വാല്യൂ വിൽ നോട്ട് ബി കൺസിഡേർഡ്. പിന്നീട് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മൾ ഈ അഗ്രിഗേറ്റ് ഫംഗ്ഷനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരൊറ്റ ആട്രിബ്യൂട്ടിൽ ഒരൊറ്റ അഗ്രിഗേറ്റ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് കിട്ടുന്ന ഒരു റിസൾട്ട് ആയിരിക്കും. അപ്പോൾ ഒരൊറ്റ വാല്യൂ മാത്രം, ചിലപ്പോൾ ഒരൊറ്റ സ്കെയിലാർ നമ്പർ ജസ്റ്റ് 4 അല്ലെങ്കിൽ 5 എന്ന് മാത്രമായിരിക്കും നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുക. പക്ഷേ അങ്ങനെ കിട്ടുന്ന ഒരു റിസൾട്ട് പോലും വിൽ ബി എ റിലേഷൻ. അതൊരു സിംഗിൾ വാല്യൂ ആയിരിക്കില്ല, ഇറ്റ് വിൽ ബി ഇൻ ദ ഫോം ഓഫ് എ റിലേഷൻ, ഒരു ടേബിൾ ഫോമിലായിരിക്കും. അതുകൊണ്ട് തന്നെ അത് റിലേഷണൽ ഓൾജിബ്ര അത്രയ്ക്കൊരു ക്ലോസ്ഡ് മാത്തമാറ്റിക്കൽ സിസ്റ്റം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി അടുത്ത ഓപ്പറേഷനാണ്, അഡീഷണൽ റിലേഷണൽ ഓപ്പറേഷനാണ് റിക്കേഴ്സീവ് ക്ലോഷർ ഓപ്പറേഷൻ. ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു ആപ്ലിക്കേഷൻ ഡെവലപ്ഡ് ആയിട്ട് വരുന്നതേ ഉള്ളൂ. നമ്മളുടെ ആക്ച്വലി ഉണ്ട് റിലേഷണൽ ഓൾജിബ്ര ഓപ്പറേഷൻസിൽ. നിങ്ങൾക്കിപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഇത് ക്വറി എഴുതേണ്ടതെന്ന് റിലേഷണൽ ഓൾജിബ്രയിൽ പഠിക്കാനില്ല. എവിടെയാണ് റിക്കേഴ്സീവ് ക്ലോഷർ ഓപ്പറേഷൻസ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് പഠിക്കാം. ഇത് ശരിക്കും റിക്കേഴ്സീവ് റിലേഷൻ, ഒരു ട്യൂപ്പിളുകൾ തമ്മിൽ റിക്കേഴ്സീവ് റിലേഷൻഷിപ്പ് ഉള്ളപ്പോഴാണ് നമ്മൾ റിക്കേഴ്സീവ് ക്ലോഷർ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഈ റിക്കേഴ്സീവ് റിലേഷൻ അല്ലെങ്കിൽ റിക്കർഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം പ്രോഗ്രാമിങ്ങിലൊക്കെ നമ്മൾ റിക്കർഷൻ ഉദ്ദേശിക്കുന്നത് ഫംഗ്ഷൻ കോളിംഗ് ഇറ്റ് സെൽഫ്, അതായത് സമ്മിനെ വീണ്ടും വിളിക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരേ കാര്യം തന്നെ അയാൾ തന്നെ അയാളെ വിളിക്കുക, അല്ലെങ്കിൽ അയാൾ തന്നെ അയാൾക്ക് വീണ്ടും ഒരു ബിഗിനിങ് ഉണ്ടാക്കി കൊടുക്കുക. അതാണ് റിക്കേഴ്സീവ് റിലേഷൻ എന്നുദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഡേറ്റാബേസിൽ വരുമ്പോൾ എങ്ങനെയാണ് ഒരു റിക്കേഴ്സീവ് റിലേഷൻഷിപ്പ് ഉണ്ടാവുക ട്യൂപ്പിൾസ് തമ്മിൽ എന്ന് അതൊരു എക്സാമ്പിളൊക്കെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. എംപ്ലോയി എന്ന ടേബിളുണ്ട് അല്ലേ? എംപ്ലോയി എന്ന ടേബിളിൽ നോർമൽ എംപ്ലോയീസും കാണും, സൂപ്പർവൈസേഴ്സ് കാണും, മാനേജേഴ്സ് കാണും. അപ്പോൾ ശരിക്കും മാനേജറും സൂപ്പർവൈസറും തമ്മിലുള്ളൊരു റിലേഷൻ ശരിക്കും എംപ്ലോയി ടേബിളിൽ നിന്നും എംപ്ലോയി ടേബിളിലേക്ക് തന്നെയുള്ള ഒരു മാപ്പിംഗ് ആണ്. അതുപോലെ സൂപ്പർവൈസർ അടുത്ത എംപ്ലോയി ആയിട്ടുള്ള ഒരു റിലേഷൻ എന്ന് പറയുന്നത് എംപ്ലോയി ടേബിളിൽ നിന്നും എംപ്ലോയി ടേബിളിലേക്ക് തന്നെയുള്ളൊരു മാപ്പിംഗ് ആണ്. അതിനെയാണ് ഈ റിക്കേഴ്സീവ് റിലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മളിവിടെ എടുത്തിരിക്കുന്ന എക്സാമ്പിൾ നമുക്കിപ്പം തൽക്കാലം ഒരു റിക്കേഴ്സീവ് ഓപ്പറേഷൻ എന്ന് പറയുമ്പം ഇങ്ങനെ അൺഎൻഡിങ് എന്ന് പറയണ്ട, ഒരു കണ്ടീഷൻ വെച്ച് എൻഡ് ചെയ്യുമായിരിക്കും. പക്ഷേ ഇങ്ങനെ അൺഎൻഡിങ് ആയിട്ട് ഈ സെയിം കൈൻഡ് ഓഫ് ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു റിക്കേഴ്സീവ് ഓപ്പറേഷൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ടു റിട്രീവ് ഓൾ സൂപ്പർവൈസീസ് ഓഫ് ആൻ എംപ്ലോയി ഇ അറ്റ് ഓൾ ലെവൽസ്. അതായത് ഇ എന്ന് പറയുന്ന എംപ്ലോയി ആരെയൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്നോ, ഈ ആണ് സൂപ്പർവൈസർ, ഈ ആരെയൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്നു അതും അറ്റ് ഓൾ ലെവൽസ് അത് കണ്ടുപിടിക്കണം. അപ്പം ഈ സൂപ്പർവൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ആ ആൾക്കാർ സൂപ്പർവൈസ് ചെയ്യുന്ന അടുത്ത ലെവൽ ആൾക്കാരുണ്ടാവും, അവർ സൂപ്പർവൈസ് ചെയ്യുന്ന അടുത്ത ലെവൽ ആൾക്കാരുണ്ടാവും. ഇത് എവിടെ വരെ പോകുമെന്ന് നമുക്കൊരു ഐഡിയയില്ല. അതാണ് ചിലപ്പോൾ നമുക്കതിൻ്റെ ഒരു എൻഡിങ് കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു ലിമിറ്റ് അറിയാത്ത അവസ്ഥ വരും. അവിടേക്കാണ് റിക്കേഴ്സീവ് ക്ലോഷർ ഓപ്പറേഷൻസ് ആക്ച്വലി വരുന്നത്. അപ്പോൾ ശരിക്കും എന്താണ് അവിടെ നടക്കുന്നത്? ഈ ഡയറക്റ്റായിട്ട് സൂപ്പർവൈസ് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസ് അവരെ നമുക്ക് ഇ ഡാഷ് എന്ന് വിളിക്കാം. ഇനി ഇ ഡാഷ് ഡയറക്റ്റായിട്ട് സൂപ്പർവൈസ് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസ് അവരെ നമുക്ക് ഇ ഡാഷ് ഡാഷ് അല്ലെങ്കിൽ ഇ ഡബിൾ ഡാഷ് എന്ന് വിളിക്കാം.
അതുപോലെ ഈ ഡബിൾ ഡാഷ് ഡയറക്റ്റ്ലി സൂപ്പർവൈസ് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസും, ഈ ട്രിപ്പിൾ ഡാഷ് ആൻഡ് സോ ഓൺ. ഇതിങ്ങനെ പൊക്കോണ്ടേയിരിക്കുകയാണ്. എവിടെ വരെ പോകണം എന്ന് നമുക്കറിയില്ല. ചിലപ്പം എല്ലാ എംപ്ലോയീസ് തീർന്നാലും ചിലപ്പോൾ റിക്കേഴ്സീവായിട്ട് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റിലേഷൻ ഉണ്ടായാൽ മതിയല്ലോ, അങ്ങനെ കണ്ടിന്യൂ ചെയ്യാനുള്ള പോസിബിലിറ്റി ഒക്കെ ഉണ്ട്. ഇതാണ് ശരിക്കും റിക്കേഴ്സീവ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഡാറ്റാബേസിൽ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എല്ലാ സൂപ്പർവൈസീസിനെയും കണ്ടുപിടിക്കുക അറ്റ് ഓൾ ലെവൽസ്, അത് ഒരല്പം ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ചും ഒരു ലൂപ്പിംഗ് മെക്കാനിസം ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ട് വരുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഓൾ ലെവൽസിലുള്ള അങ്ങനെ നമുക്കൊരു എൻഡിങ് കണ്ടീഷൻ ഇല്ലാതെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ നമുക്ക് എത്ര ലെവൽ വരെ പോകണം, ഇപ്പം 3 ലെവൽ, ഈ ട്രിപ്പിൾ ഡാഷ് വരെ പോയാൽ മതി എന്ന് നമുക്ക് അറിയാമെങ്കിൽ ഓക്കെ. അല്ലാതെ നമുക്ക് എത്ര ലെവൽ പോകണമെന്ന് അറിയില്ലെങ്കിൽ, ഒരു ലൂപ്പിംഗ് മെക്കാനിസം ഒക്കെ ഇല്ലെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ വരുമ്പോഴാണ് ട്രാൻസിറ്റീവ് ക്ലോഷർ ഓഫ് റിലേഷൻസ് എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് റിക്കേഴ്സീവ് റിലേഷൻഷിപ്പിനെ നമുക്ക് ആ ഒരു റിക്കേഴ്സീവ് രീതിയിൽ തന്നെ നമുക്ക് അനലൈസ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനുമുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ, അതിനെപ്പറ്റി ഇത്രയും മനസ്സിലാക്കിയിരുന്നാൽ മതി റിക്കേഴ്സീവ് ക്ലോഷർ ഓപ്പറേഷൻസ്. ഇനി അടുത്ത അഡീഷണൽ റിലേഷണൽ ഓപ്പറേഷനാണ് ഔട്ടർ ജോയിൻ ഓപ്പറേഷൻ. നമ്മൾ ഇന്നർ ജോയിൻ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഔട്ടർ ജോയിൻ എന്താണെന്ന്. ഇന്നർ ജോയിൻ എന്ന് പറയുന്നത് ഒരു കണ്ടീഷനുണ്ട്, നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകുന്ന ട്യൂപ്പിൾസ് മാത്രമായിരിക്കും റിസൾട്ടിങ് റിലേഷനിൽ ഉണ്ടാവുക. പക്ഷെ ഔട്ടർ ജോയിൻ അങ്ങനെയല്ല. മാച്ചിങ് ആയിട്ടുള്ള ട്യൂപ്പിൾ ഇല്ലെങ്കിൽ പോലും ഒരു ട്യൂപ്പിളും അതായത് 6 ജോയിൻ എസ് എന്നാണ് കൊടുക്കുന്നതെങ്കിൽ 6ലെ ഒരു ട്യൂപ്പിളിന് പറ്റിയ മാച്ചിങ് ആൾ എസ്സിൽ ഇല്ലെങ്കിൽ പോലും ആ ട്യൂപ്പിളിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യാതെ റിസൾട്ടിൽ വെക്കും. പക്ഷേ എസ്സിൻ്റെ മാച്ചിങ് ആൾക്കാരില്ലാത്തത് കൊണ്ട് നൾ വാല്യൂ വെച്ച് ഫില്ല് ചെയ്യും. അതാണ് ഔട്ടർ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 6ലെ ഇപ്പം 6 ജോയിൻ എസ് എന്നുള്ളൊരു ഓപ്പറേഷനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഔട്ടർ ജോയിൻ പല ടൈപ്പ് ഉണ്ട്. നമുക്ക് 6ലെ എല്ലാ ട്യൂപ്പിൾസും നിലനിർത്തണോ, അതോ എസ്സിലെ എല്ലാ ട്യൂപ്പിൾസും നിലനിർത്തണോ, അതോ 6ലെയും എസ്സിലെയും ഒരുമിച്ച് എല്ലാ ട്യൂപ്പിൾസും നിലനിർത്തണോ? ഈവൻ ഇഫ് എ മാച്ചിങ് ട്യൂപ്പിൾ ഇസ് നോട്ട് ദെയർ, മാച്ചിങ് ട്യൂപ്പിൾ ഇല്ലെങ്കിൽ പോലും ഏത് റിലേഷനിലെ ആൾക്കാരെയാണ് നിലനിർത്തേണ്ടത് എന്നതിനനുസരിച്ച് നമുക്ക് ഔട്ടർ ജോയിനെ മോഡിഫൈ ചെയ്യാം. അല്ലെങ്കിൽ ഔട്ടർ ജോയിന് പല ടൈപ്സ് ഉണ്ട്. അതിലെ ഫസ്റ്റ് ടൈപ്പാണ് ലെഫ്റ്റ് ഔട്ടർ ജോയിൻ. അപ്പോൾ അതിൻ്റെ സിമ്പൽ കാണുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ജോയിൻ്റെ സിമ്പൽ തന്നെ, പക്ഷെ ലെഫ്റ്റിലേക്ക് ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. അതാണ് ലെഫ്റ്റ് ഔട്ടർ ജോയിൻ. ലെഫ്റ്റ് ഔട്ടർ ജോയിൻ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് റിലേഷനെ അല്ലെങ്കിൽ ലെഫ്റ്റിൽ കിടക്കുന്ന റിലേഷനിലെ എല്ലാ ട്യൂപ്പിൾസിനെയും മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, അപ്പം ഇപ്പം ആർ ലെഫ്റ്റ് ഔട്ടർ ജോയിൻ എസ് എന്നുള്ളൊരു ഓപ്പറേഷനാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ 6ന് കറസ്പോണ്ടിങ് ആയിട്ട് എസ്സിൽ ഒരു മാച്ചിങ് ട്യൂപ്പിൾ ഇല്ലെങ്കിൽ പോലും 6ലെ ട്യൂപ്പിൾ റിസൾട്ടിങ് റിലേഷനിൽ ഉണ്ടാവും. എസ്സിൻ്റെ മാച്ചിങ് ഇല്ലാത്ത അവസ്ഥ വരുമ്പോൾ എന്ത് ചെയ്യും? നൾ വാല്യൂ വെച്ച് ഫില്ല് ചെയ്യും. അതിനെ നമ്മൾ പാഡിങ് വിത്ത് നൾ വാല്യൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഫില്ലിംഗ് വിത്ത് നൾ വാല്യൂ അല്ലെങ്കിൽ പാഡിങ് വിത്ത് നൾ വാല്യൂ. ഇനി ഇത് ലെഫ്റ്റ് ഔട്ടർ ജോയിൻ്റെ കേസ്. ഇതിൻ്റെ തന്നെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന റിലേഷൻ്റെ ട്യൂപ്പിൾസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഔട്ടർ ജോയിനാണ് റൈറ്റ് ഔട്ടർ ജോയിൻ. അതിൻ്റെ സിമ്പലും നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. ജോയിൻ്റെ അതേ സിമ്പിൾ തന്നെ, പക്ഷേ റൈറ്റ് സൈഡിലേക്ക് 2 എക്സ്റ്റൻഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സിമ്പിളാണ് റൈറ്റ് ഔട്ടർ ജോയിന് വേണ്ടി ഉപയോഗിക്കുക. റൈറ്റ് ഔട്ടർ ജോയിൻ എന്ത് ചെയ്യും? റൈറ്റ് സൈഡിൽ കിടക്കുന്ന റിലേഷനിലെ ട്യൂപ്പിൾസിനെ മെയിൻറ്റെയിൻ ചെയ്യും. ഒരു മാച്ചിങ് ട്യൂപ്പിൾ ലെഫ്റ്റ് സൈഡിലുള്ള റിലേഷനിൽ കിട്ടിയില്ലെങ്കിൽ പോലും. അപ്പോൾ മാച്ചിങ് ഇല്ലെങ്കിൽ നൾ വാല്യൂ വെച്ച് പാഡ് ചെയ്യും എന്നുള്ളത് അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്, കോമൺ ആയിട്ടാണ്. ഇനിയുള്ള മൂന്നാമത്തെ ടൈപ്പാണ് ഫുൾ ഔട്ടർ ജോയിൻ. ഫുൾ ഔട്ടർ ജോയിൻ ആണെങ്കിൽ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ആ എക്സ്റ്റൻഷൻ കാണും ജോയിൻ്റെ സിമ്പലിൻ്റെ കൂടെ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഫുൾ ഔട്ടർ ജോയിൻ എന്താണ് ഉദ്ദേശിക്കുന്നത്. ലെഫ്റ്റിലെ റിലേഷനിലെ ട്യൂപ്പിൾസിനെയും മെയിൻറ്റെയിൻ ചെയ്യും, റൈറ്റിലെ റിലേഷൻ്റെ ട്യൂപ്പിൾസിനെയും മെയിൻറ്റെയിൻ ചെയ്യും. അപ്പം നമുക്കൊരു എക്സാമ്പിൾ കണ്ടു നോക്കാം. എക്സാമ്പിളിൻ്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ലിസ്റ്റ് ഓഫ് ഓൾ എംപ്ലോയി നെയിംസ് ആസ് വെൽ ആസ് നെയിം ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ദേ മാനേജ് ഇഫ് ദേ ഹാപ്പൻ ടു മാനേജ് എ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പം ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാനേജ് ചെയ്യുന്നില്ല ഒരു എംപ്ലോയി, എങ്കിൽ പോലും ആ എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് നമ്മൾ റിമൂവ് ചെയ്ത് കളയുന്നില്ല. അതാണ് ഔട്ടർ ജോയിൻ്റെ പ്രത്യേകത. അപ്പം ഇതിൽ ശരിക്കും നടക്കേണ്ട ക്വറി എന്താണ്? എംപ്ലോയി ജോയിൻ ഡിപ്പാർട്ട്മെൻറ്റ്
അപ്പോൾ ജോയിൻ കണ്ടീഷൻ ഇതാണ്, SSN ഈക്വൽ ടു MGR SSN. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാനേജർ SSN എന്നതും എംപ്ലോയിയുടെ SSN എന്നതും ഈക്വലായി വരുന്ന ട്യൂപ്പിൾസിനെ ജോയിൻ ചെയ്യുക എന്നതാണ്. പക്ഷേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സിമ്പിൾ നോക്കിക്കേ, ലെഫ്റ്റ് ഔട്ടർ ജോയിൻ ആണ്. അതുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ കണ്ടീഷൻ SSN ഈക്വൽ ടു MGR SSN എന്ന കണ്ടീഷൻ മാച്ചിങ് ആയിട്ടുള്ളൊരു ട്യൂപ്പിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇല്ലെങ്കിൽ പോലും എംപ്ലോയി എന്ന റിലേഷനിലെ ഒരു ട്യൂപ്പിളും നമ്മൾ ഡിസ്കാർഡ് ചെയ്യില്ല. അങ്ങനെയുള്ളൊരു റിസൾട്ടിങ് റിലേഷൻ ആയിരിക്കും നമുക്ക് ടെമ്പിൽ കിട്ടുക. ഇനി അതിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് നെയിം, ഇനീഷ്യലൈസേഷൻ, മിഡിൽ ഇനീഷ്യൽ, എൽ നെയിം, ലാസ്റ്റ് നെയിം, ഡിപ്പാർട്ട്മെൻറ്റ് നെയിം, ഇത്രയും മാത്രം പ്രൊജക്റ്റ് ചെയ്ത് പുതിയൊരു ടേബിളായിട്ട് പുതിയൊരു റിലേഷൻ, റിസൾട്ട് എന്നുള്ള റിലേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ റിസൾട്ടായിട്ട് വരിക. അപ്പോൾ ഇതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവാം, എംപ്ലോയി എന്ന ടേബിളിനകത്തുള്ള ഡീറ്റെയിൽസ് ആയിരുന്നു F നെയിം, M മിനിറ്റ്, L നെയിം എന്നുള്ള ആദ്യത്തെ 3 ആട്രിബ്യൂട്ട്സ്. ഡിപ്പാർട്ട്മെൻറ്റ് എന്ന ടേബിളിലുള്ള ആട്രിബ്യൂട്ടായിരുന്നു D നെയിം. ഇനി ശ്രദ്ധിക്കുക, ഈ റിസൾട്ട് എന്ന് പറയുന്ന റിലേഷൻ്റെ ഫസ്റ്റ് ട്യൂപ്പിളിന് D നെയിം നള്ളാണ്. അതെന്തുകൊണ്ടാണ് വന്നത്? കാരണം എംപ്ലോയി SSN, ജോൺ ബി സ്മിത്ത് എന്ന എംപ്ലോയിയുടെ SSN മാച്ചിങ് ആയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ടേബിളിൽ ഒരു MGR SSN ഇല്ലായിരുന്നു. പക്ഷേ നോർമൽ ഇന്നർ ജോയിൻ ആയിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്നതെങ്കിൽ ആ ഒരു ട്യൂപ്പിൾ ഈ റിസൾട്ടിൽ വരില്ലായിരുന്നു. ഔട്ടർ ജോയിൻ ആയതുകൊണ്ട് തന്നെ എംപ്ലോയിയിലെ എല്ലാ ട്യൂപ്പിളിനെയും മെയിൻറ്റെയിൻ ചെയ്യുന്നു. മാച്ചിങ് ആയിട്ടുള്ള ഒരു ട്യൂപ്പിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇല്ലാത്തത് കൊണ്ട് വി ഹാവ് ഫിൽഡ് ഇറ്റ് വിത്ത് നൾ വാല്യൂ. അതുപോലെ നൾ വാല്യൂ ഉള്ള 5 ട്യൂപ്പിൾ നമുക്കിവിടെ കാണാം. അപ്പോൾ അവിടെ നിന്നും നമുക്ക് മാച്ചിങ് ആയിട്ടുള്ളൊരു ട്യൂപ്പിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ കിട്ടാഞ്ഞത് കൊണ്ടാണ് നമ്മൾ നൾ വാല്യൂ വെച്ച് ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ഇതുപോലെ തന്നെയാണ് റൈറ്റ് ഔട്ടർ ജോയിനും ഫുൾ ഔട്ടർ ജോയിനും ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി അടുത്ത ഓപ്പറേഷനാണ് ഔട്ടർ യൂണിയൻ ഓപ്പറേഷൻ. ഔട്ടർ യൂണിയൻ നമ്മൾ ഔട്ടർ ജോയിനൊക്കെ മനസ്സിലാക്കിയതുപോലെ തന്നെയാണ് ഔട്ടർ യൂണിയൻ ഓപ്പറേഷൻ, ഒരു ചെറിയ ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പം ഔട്ടർ യൂണിയൻ ഓപ്പറേഷൻ എന്തിനാണ് ചെയ്തിരുന്നതെന്ന് ചോദിച്ചാൽ, ടു ടേക്ക് ദി യൂണിയൻ ഓഫ് ട്യൂപ്പിൾസ് ഫ്രം 2 റിലേഷൻസ്. അവർക്ക് ചില ആട്രിബ്യൂട്ട്സ് കോമൺ ആയിട്ടുണ്ട്, പക്ഷേ അവർ യൂണിയൻ കോമ്പാറ്റിബിൾ അല്ല. നമ്മൾ യൂണിയൻ പറഞ്ഞിരുന്നു, യൂണിയൻ ചെയ്യുന്ന റിലേഷൻസ് അല്ലെങ്കിൽ ഇൻ്റർസെക്ഷൻ, ഓക്കെ ഇത് യൂണിയൻ്റെ കാര്യമാണ്. ഓക്കെ, യൂണിയൻ ചെയ്യുന്ന റിലേഷൻസ് ഷുഡ് ബി യൂണിയൻ കോമ്പാറ്റിബിൾ അല്ലെങ്കിൽ ടൈപ്പ് കോമ്പാറ്റിബിൾ. അതായത് അവരുടെ ആട്രിബ്യൂട്ട്സ് സെയിം ആയിരിക്കണം, അതിൻ്റെ ഡൊമെയിനും ഓരോ ആട്രിബ്യൂട്ടിൻ്റെയും കറസ്പോണ്ടിങ് ഉള്ള ഡൊമെയിൻസും സെയിം ആയിരിക്കണം. പക്ഷേ ഔട്ടർ യൂണിയൻ ആണെങ്കിൽ അതിനൊരു റിലാക്സേഷൻ ഉണ്ട്. യൂണിയൻ കോമ്പാറ്റിബിൾ അല്ലാത്ത റിലേഷൻസ് വെച്ച് തമ്മിലും യൂണിയൻ ചെയ്യാം. പക്ഷെ പറയുന്നത് ഇതാണ്, അവർക്ക് കോമൺ ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും, അതാണ് ആകെ പറയുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്, അവർ പാർഷ്യലി കോമ്പാറ്റിബിൾ ആണ് എന്നാണ് പറയുന്നത്. യൂണിയൻ കോമ്പാറ്റിബിൾ അല്ല, പക്ഷെ പാർഷ്യലി കോമ്പാറ്റിബിൾ ആണ്. അപ്പോൾ ഈ ഓപ്പറേഷൻ ശരിക്കും ഒരു യൂണിയൻ ആണ് ചെയ്യുന്നത്, 2 റിലേഷൻ്റെ യൂണിയൻ ആണ് ചെയ്യുന്നത്. നമുക്ക് ആ റിലേഷൻ R എന്നും S എന്നും വിളിക്കാം. Rൻ്റെ ആട്രിബ്യൂട്ട് സെറ്റ് X, Yയും Sൻ്റെ ആട്രിബ്യൂട്ട് സെറ്റ് X, Z ആയിരിക്കും. അപ്പം ഓബ്വിയസ്ലി അത് കാണുമ്പോൾ തന്നെ അറിയാം, X എന്ന് പറഞ്ഞ് കോമൺ ആയിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട് സെറ്റ് അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പം ഈ X വാല്യൂവിൽ ഒരു മാച്ചിങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ യൂണിയൻ ചെയ്ത് ഒരു സിംഗിൾ ട്യൂപ്പിളായിട്ട് റിസൾട്ടിലേക്ക് സേവ് ചെയ്യും. ഇനി രണ്ടിടത്തും മാച്ചിങ് ആയിട്ടുള്ളൊരു, ഇപ്പം അങ്ങനെ ഒരു മാച്ചിങ് ട്യൂപ്പിൾ നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നൾ വാല്യൂ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. നമ്മൾ ഔട്ടർ ജോയിൻ ചെയ്തതുപോലെ തന്നെ നമ്മൾ നൾ വാല്യൂ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അതാണ് അപ്പം യൂണിയൻ കോമ്പാറ്റിബിൾ ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സിനെ പക്ഷേ ഒരു തവണ മാത്രമേ നമ്മൾ ഈ റിസൾട്ടിങ് റിലേഷനിലേക്ക് കൊണ്ടുവരുള്ളൂ. അപ്പോൾ റിസൾട്ടിങ് റിലേഷൻ ഇപ്പം ആറിനെയും എസിനെയും കൂടി യൂണിയൻ ചെയ്ത് T എന്ന് പറഞ്ഞ ഒരു റിലേഷനാണ് ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കുക. ആറിലും X എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടാണ് കോമൺ, എസിലും X എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടാണ് കോമൺ. അപ്പോൾ നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുന്ന T എന്ന് പറയുന്ന റിലേഷനിലും T, X, Y, Z 3 ആട്രിബ്യൂട്ട്സും കാണും. X ഈക്വലൻ്റ് ആയിട്ട് X എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് മാച്ചിങ് ആയിട്ട് വരുന്ന ആറിലെ X, Yയും എസിലെ X, Zഉം എടുത്ത് അതിനെ ഒറ്റ ട്യൂപ്പിളാക്കും. പക്ഷേ X ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യില്ല, X ഒറ്റ തവണ മാത്രമേ ഇടുകയുള്ളൂ. ഇനി അങ്ങനെ ഒരു മാച്ചിങ് കണ്ടീഷൻ കിട്ടിയില്ല എന്ന് വന്നാൽ കുഴപ്പമില്ല, നമ്മളവിടെ നൾ വാല്യൂ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അതാണ് ഔട്ടർ യൂണിയൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിനായിട്ടും നമ്മൾ പഠിക്കേണ്ട 5 അഡീഷണൽ റിലേഷണൽ ഓപ്പറേഷൻസ്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ഈ ഒരു സെഷനും അവസാനിക്കുകയാണ്. സെഷൻസ് മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.